ഇങ്ങനെ 2024 കഴിഞ്ഞ സമയത്ത് ഒരുപാട് ആൾക്കാർ ആൻസർ കീ ഒക്കെ നോക്കിപ്പോൾ 590 താഴെ അല്ലെങ്കിൽ 580 താഴോട്ടൊക്കെ ആയിരിക്കും മാർക്ക് ഉണ്ടാവുക. ഇവർക്ക് മെഡിക്കൽ സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ ഒരു വലിയൊരു ചോദ്യചിഹ്നമായിട്ടുണ്ടല്ലേ. ഗവൺമെന്റ് സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കേരളത്തിൽ. കാരണം കട്ട് ഓഫ് നല്ലോണം അങ്ങോട്ട് ഉയർന്നിട്ടുണ്ട്. നിങ്ങളെന്നെ കാണുന്നുണ്ട് മാധ്യമങ്ങളിൽ, ഒരുപാട് കുട്ടികൾക്ക് നല്ല മികച്ച മാർക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു 580 590 ഒക്കെ വെച്ചിട്ട് നമുക്കൊരു ഗവൺമെന്റ് സീറ്റ് ലഭിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ കാലത്തൊക്കെ എനിക്ക് 606 മാർക്കായിരുന്നു, 179 ആയിരുന്നു കേരള റാങ്ക്. ആ ഒരു അവസ്ഥയല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇനി 580 ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾക്ക് സെൽഫ് ഫിനാൻസിങ്ങിൽ സാധ്യതയുണ്ട്. പക്ഷേ MBBS എന്ന് പറയുന്ന ഈ ഒരു ഡിഗ്രി പൈസ കൊടുത്ത് പഠിക്കേണ്ടതാണോ അല്ലയോ എന്നുള്ളത് കൂടി നിങ്ങൾ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ആദ്യം ഞാൻ നീറ്റ് എഴുതിയ സമയത്ത് 2017 നീറ്റ് എഴുതിയ സമയത്ത് എനിക്കൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിലായിരുന്നു എനിക്കത് കിട്ടിയത്. അതായത് എനിക്ക് വേണമെങ്കിൽ അവിടെ ചേരാവുന്നതാണ്, PK ദാസ് മെഡിക്കൽ കോളേജിൽ. പക്ഷേ അന്ന് എൻ്റെ വീട്ടുകാർ പറഞ്ഞു, എന്താ നിനക്ക് ഒന്നുകൂടി ട്രൈ ചെയ്തുകൂടെ. അപ്പം എനിക്കും തോന്നി, എന്തുകൊണ്ട് എനിക്ക് ഒന്നുകൂടി ട്രൈ ചെയ്തുകൂടാ. ഈ ഒരു 6, 7, 8 അല്ലെങ്കിൽ 11 ലക്ഷം കൊടുത്ത് പഠിക്കേണ്ട ഒരു സംഭവമാണോ MBBS എന്നുള്ളത്, ഒരു കൊല്ലം കൂടി കഷ്ടപ്പെട്ടാം എന്നുള്ളത്. പിന്നെ എനിക്ക് വളരെ വ്യക്തമായിരുന്നു ഞാൻ പഠിച്ച രീതി എന്നുള്ളത് ശരിയായിരുന്നില്ല. എനിക്ക് ഒന്നും കൂടി നല്ലൊരു കോച്ചിങ് വളരെ അധികം അനിവാര്യമായിരുന്നു. അത് മനസ്സിലാക്കി ഞാൻ ഒരു കൊല്ലം കൂടി കോച്ചിങ്ങിന് പോയി റിപ്പീറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് റാങ്ക് വന്നു 179 കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഇപ്പോൾ ഞാൻ ഹൗസ് സർജൻസിയാണ് ചെയ്യുന്നത്. അന്ന് ഞാനൊരു സെൽഫ് ഫിനാൻസിങ് കോളേജ് തിരഞ്ഞെടുത്തു എന്നെങ്കിൽ ഇപ്പോൾ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു ഡോക്ടർ ആവുമായിരുന്നില്ല. രണ്ടും വളരെയധികം ഡിഫറൻസ് ഉണ്ട്. നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷറിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കുക, സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം ഒരുപാട് കുട്ടികൾ അവിടെ നിന്ന് നല്ല കിഡ്ലൻ ഡോക്ടേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. അതൊന്നുമല്ല ഞാൻ പറയുന്നത്, മോശം ഒന്നുമല്ല പറയുന്നത് കേട്ടോ. പക്ഷെ പൈസ കൊടുത്ത് പഠിക്കേണ്ടതാണോ അല്ലയോ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ 580 590 മാർക്ക് ലഭിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് നിങ്ങളോട് തന്നെ ചോദിക്കുക. ഒരു സെൽഫ് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ പ്യോർലി ബാഡ് ലക്ക് ആയിരിക്കും. നമ്മൾ ഏതെങ്കിലും 1, 2 ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് മൂന്നാമത്തേന് പകരം 4 മാർക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് തെറ്റിപ്പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ അശ്രദ്ധ കൊണ്ട് മാർക്ക് പോയതായിരിക്കാം, അല്ലെങ്കിൽ പഠിച്ച രീതിയിലുള്ള പിഴവായിരിക്കാം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എന്തുകൊണ്ട് ഒന്നും കൂടി ട്രൈ ചെയ്തുകൂടാ. ഇവിടെ ഏജ് ഒരു മാറ്ററേ അല്ല. നമ്മൾ ഗവൺമെന്റിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജിലോട്ട് കയറി കഴിഞ്ഞാൽ ആരും നിങ്ങളെ ഏജ് ചോദിക്കാനോ ഒന്നും ചോദിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ അറിയപ്പെടുന്നത് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു കുട്ടി, സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ 62ാം ബാച്ചിലൊരു കുട്ടി, 64ാം ബാച്ചിലൊരു കുട്ടി, 2018 ബാച്ചിലെ കുട്ടി, 2024 ബാച്ചിലെ കുട്ടി എന്ന രീതിയിലാണ് നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത്. അല്ലാണ്ട് 25 വയസ്സായിട്ടുള്ള, എൻ്റെ വയസ്സല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ 18 വയസ്സായിട്ടുള്ള ഫസ്റ്റ് ഇയർ കുട്ടി, 21 വയസ്സായിട്ടുള്ള ഫസ്റ്റ് ഇയർ കുട്ടി എന്നൊന്നുമല്ല നിങ്ങൾ അറിയപ്പെടാനായിട്ട് പോകുന്നത്. സോ അത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട. ഇപ്പം നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഡോപ്പിന്റെ DNAT എല്ലാവരും പോയിട്ട് അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പം അതിലൂടെ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. ഇനി എന്താണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷൻ തേടി പോവുകയാണോ വേണ്ടത് എന്നുള്ളതൊക്കെ കിട്ടും. മനസ്സിലായില്ലേ? സോ യാ, ഓൾ ദി ബെസ്റ്റ്.